കടയിൽ നിന്ന് വാങ്ങണ പോലത്തെ നാച്ചുറലായിട്ട് അലോവേര ജെല്ല് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതിന് എന്തെങ്കിലും കെമിക്കൽ ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കാൻ, ജലാറ്റിനൊന്നും ഇല്ലാതെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അലോവേര നമുക്ക് കട്ട് ചെയ്തിട്ട് അതിന് നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം അതിൽ കട്ട് ചെയ്യുമ്പോൾ വരുന്ന മഞ്ഞയൊക്കെ ഉണ്ടാവും, അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം അത് വെച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്നത്. കഴുകിയെടുത്തിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം ഉരുളക്കിഴങ്ങാണ് അടുത്തെടുക്കണം. ഞാൻ ഇവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ചെറുതായിട്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുക്കുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അത് ഞാൻ അരിപ്പ വെച്ചിട്ടൊന്നുമല്ല അടിച്ചെടുത്തത്. ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് അതിൻ്റെ നീരൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ വെള്ളം കിട്ടും. അതിൻ്റെ അടിയിൽ ഊറി നിൽക്കുന്ന ഒരു സ്റ്റാർച്ച് ഉണ്ടാവും, അതാണ് നമുക്ക് ഇതൊക്കെയായിട്ട് ആവശ്യം ഉണ്ടാവുക. ഇപ്പോൾ 3 പൊട്ടാറ്റോ എടുത്താലും ആകെ കുറച്ചേ കിട്ടുള്ളൂ. അതുതന്നെ ധാരാളമാണ്. നമുക്ക് ഇതിങ്ങനെ കിട്ടും. ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് അടിയിൽ ഊറി നിൽക്കുന്ന വൈറ്റ് ഭാഗം മാത്രം ആവശ്യമുള്ളൂ നമുക്ക്. അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോണത്, നമുക്ക് അലോവേര അടിച്ചെടുത്ത അലോവേര നമുക്ക് ഒന്ന് ചൂടാക്കാം. ആദ്യം സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കാം. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അലോവേര ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ ആണ് നമ്മൾ അതിക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഇതൊന്ന് തള വരും. തള വന്നതിന് ശേഷമാണ് നമ്മൾ പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ച് കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് നമ്മളെടുത്തിട്ട് ചെറുതായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒപ്പം ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ടി പിടിക്കും. ഇത് നമ്മൾ സ്റ്റാർച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഒപ്പം തന്നെ ഇളക്കി കൊടുക്കണം. അത് ഇതിൻ്റെ ചെറുതായിട്ട് ഒന്ന് മിസ്റ്റേക്ക് പറ്റി. കാരണം ഫോൺ പിടിച്ചിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ പറ്റിയതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ അടിയിലുണ്ടായിരുന്ന അവസാനത്തെ സ്റ്റാർച്ച്. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയാവും. കാരണം ഇത് കുറച്ച് ചൂടും കൂടി ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് കട്ടിയാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം. ഞാൻ അവസാനം ഇതൊന്ന് കുത്തി നോക്കിയൊക്കെ പിന്നെ അവസാനം ശരിയായി. എന്നാലും ഫസ്റ്റ് ഇട്ടതിൻ്റെ ചെറിയ കട്ട നിൽക്കുന്നുണ്ട് എൻ്റെ. അത് പിന്നെ അവസാനം ഞാൻ എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അവസാനം ഈ ഒരു അളവിലെത്തുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അതാണ് ചെയ്യുക. എൻ്റെ ഈ അളവിലെത്തി നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂളും വേണമെങ്കിൽ ഇത് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ആഡ് ചെയ്തൊക്കെ കൊടുക്കാം. പക്ഷേ ഞാൻ അതൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്രിഡ്ജിലും വെച്ചിട്ടും സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നോർമലായിട്ട് നമുക്ക് പുറത്ത് വെച്ചിട്ട് ഒരു 1 വീക്കൊക്കെ ഇത് നിൽക്കും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ബൗളിലേക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഡപ്പ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇതിലേക്കാട്ടിലും കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ വേറൊരു ഡപ്പയിലേക്കും കൂടി ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഡെയിലി നൈറ്റ് നമുക്കിത് യൂസ് ചെയ്യാം. ഇത് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ പോലെ തന്നെയുള്ള അലോവേര ജെല്ല് പോലെ തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നാച്ചുറലായിട്ടാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങണത് എന്തൊക്കെ കെമിക്കൽ ഉണ്ടെന്ന് നമുക്കറിയില്ല. രാത്രി അലോവേര ജെല്ല് ഇട്ട് കിടക്കണം നല്ലതാണ്. ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക്